മണ്ണും വളവും ഡെയിലി വാട്ടറിംഗ് ഒന്നുമില്ലാതെ ഈസി ആയിട്ട് വളർത്താൻ പറ്റിയ ഒരു ചെടി പരിചയപ്പെട്ടാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എല്ലാവർക്കും ഒരിക്കൽ കൂടി ലീഫ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സ്പാനിഷ് മോസ് എന്നറിയപ്പെടുന്ന ഒരു എയർ പ്ലാന്റിനെയാണ്. ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വളർത്താൻ പറ്റിയ ഈ പ്ലാന്റ്സിന് മണ്ണിൻ്റെ ആവശ്യമില്ല, അതുപോലെ തന്നെ കൂടുതൽ വളവും വേണ്ട, നനവും വേണ്ടാത്തൊരു പ്ലാന്റാണ്. നല്ല വായു സഞ്ചാരവും വെളിച്ചവും അത്യാവശ്യമായൊരു പ്ലാന്റാണ്. എന്നാൽ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കേണ്ടതില്ല. ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഈ പ്ലാന്റിന് ചെറിയ ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. സൂര്യപ്രകാശം ഡയറക്റ്റായി കഴിയുമ്പോൾ പൊള്ളലേൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല വെളിച്ചമുള്ള ഭാഗത്ത്, നല്ല വായു സഞ്ചാരമുള്ള ഭാഗം നോക്കിയിട്ട് വേണം ഈ പ്ലാന്റിനെ ഹാങ് ചെയ്തിടാനായിട്ട്. നമ്മൾ ഔട്ട്ഡോർ ആയിട്ടാണ് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ മരത്തിന് ചുവട്ടിലൊക്കെ, മരത്തിന് ചില്ലകളിലൊക്കെ തൂക്കിയിട്ടിട്ട് അങ്ങനെ വളർത്താം. ഹാങ്ങിങ് പോട്ട് വേണമെന്ന് ആവശ്യമില്ല. നമുക്കൊരു കമ്പിയിലോ നൂലിലോ ഒക്കെ കെട്ടിയിട്ട് അങ്ങനെയും വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. കടുത്ത വേനൽക്കാലത്താണെങ്കിൽ നമുക്ക് ഡെയിലി ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ 2-3 ദിവസം കഴിയുമ്പോഴൊക്കെ സ്പ്രേയിങ് മതിയാവും. മഴക്കാലത്ത് നമ്മൾ അതിൻ്റെ ആ ഒരു മോയ്സ്ചർ കണ്ടന്റ് നോക്കിയിട്ട് സ്പ്രേയിങ് കൊടുത്താൽ മതി. ശരിക്കും ഈ പ്ലാന്റിൻ്റെ ഒരു നിറം എന്ന് പറയുന്നത് ഒരു സിൽവർ, ഗ്രീനിഷ് കളർന്നൊരു സിൽവർ കളറാണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ പ്രൊപ്പഗേഷനും എളുപ്പമാണ്. വളരാൻ കുറച്ചൊരു ടൈം എടുക്കുന്നുണ്ടെങ്കിലും ഇതിൽ നിന്ന് ഓരോ നാരുകൾ നമുക്ക് എടുത്ത് മാറ്റിയിട്ട് പുതിയ ഒരു നൂലിൽ കെട്ടിയിടുകയോ അല്ലെങ്കിൽ കമ്പിയിൽ കൊളുത്തിയിട്ടിട്ടോ പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഈ പ്ലാന്റിന് കൂടുതൽ വളപ്രയോഗമൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഇതിൻ്റെ നാരുകളുടെ പുറത്തായിട്ട് ചെറിയ ഒരു വെൽവെറ്റ് പോലെ ഒരു പ്രതലം കാണാം. അവയാണ് അന്തരീക്ഷത്തിൽ നിന്നും മൂലകങ്ങളൊക്കെ ശേഖരിച്ചെടുക്കുന്നത്. പ്ലാന്റ് ഒരുപാട് ഡ്രൈ ആവാതെ ശ്രദ്ധിക്കണം. നമ്മൾ നനവ് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് സ്പ്രേയിങ് ആയിട്ട് വെള്ളം കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് മുക്കി വെച്ചെടുത്തിട്ട് അങ്ങനെയും ഹാങ് ചെയ്തിട്ടിട്ട് വെള്ളം ഇങ്ങനെ ഉറ്റിട്ട് വീണാലും കുഴപ്പമില്ല. നല്ല രീതിയിൽ തന്നെ നനവ് കൊടുക്കുന്ന സമയത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് നനവ് കൊടുത്താലും മതിയാകും. നല്ല വെയിലുള്ള സമയത്താണ് നമ്മളൊരു പറ്റ ഡ്രൈ ആവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത്. നനച്ച് കഴിയുമ്പോൾ ശരിക്കും നല്ലൊരു ഗ്രീനിഷ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു സിൽവർ കളർ അത്രയ്ക്ക് തോന്നുന്നില്ല. അല്ലാത്ത സമയത്താണ് നമുക്ക് നല്ല സിൽവർ കളർ ആൻഡ് ഒരു ഗ്രീനിഷ് ഷെയ്ഡിൽ ഈ പ്ലാന്റ് കാണപ്പെടുന്നത്. ഈ സൈസിലുള്ള പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഇത് കേരളത്തിൽ എവിടെയായാലും DTDC കൊറിയർ വഴി അയച്ചു തരുന്ന ഒരു പ്രൈസ് വരുന്നത് 360 രൂപയാണ്. ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് ഇൻക്ലൂഡ് ഷിപ്പിംഗ് ചാർജാണ് 360 രൂപ വരുന്നത്. അത്യാവശ്യം നല്ല ബുഷിയായ പ്ലാന്റ്സ് തന്നെയാണ്, തീരെ ചെറുതല്ല. ഇതേ സൈസിലുള്ള പ്ലാന്റുകൾ തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അപ്പോൾ ഈ സ്പാനിഷ് മോസ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്പാനിഷ് മോസ് എന്നൊന്ന് മെസ്സേജ് അയച്ചോളൂ. നിങ്ങൾ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്തോളൂ.